ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചും ഒന്ന് രണ്ട് ഫ്ലവറി പ്ലാന്റ്സിനെ കുറിച്ചും കണ്ടാലോ. അധികം വെറൈറ്റി ഒന്നുമില്ല എങ്കിലും ഇത് നമ്മുടെ ചൈനീസ് എക്സോറയാണ്. കുള്ളൻ തെറ്റിപ്പൂ. നല്ല ഭംഗിയാണ്. അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. എൻ്റെ ഉണ്ടായിരുന്ന 2 കളേഴ്സാണ്. അതാണ് ചൈനീസ് എക്സോറ. അധികം വെയിലിൻ്റെ ആവശ്യമില്ല, പക്ഷെ എന്നാലും ഞാനത് ഇൻസൈഡ് വയ്ക്കാറുണ്ട്, പുറത്തും വയ്ക്കാറുണ്ട്. പിന്നെ ഇത് കോപ്പർ ഹെഡ് എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല റെഡ് കളർ പൂക്കൾ വരുന്നത് നല്ല വലുപ്പത്തിൽ വരും കേട്ടോ. ഇത് കുഞ്ഞായി വരുന്നതേ ഉള്ളൂ. ഞാൻ ചട്ടിയിൽ പ്ലാന്റ് ചെയ്തിട്ട് ഇരുന്നാളായിട്ടില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് ആരോ ഹെഡാണ്. ആരോ ഹെഡ് എന്നാണ് പേര്, പക്ഷെ ഇതിൻ്റെ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഇത് 2 തരമുണ്ട് ആരോ ഹെഡ്. ഭയങ്കര പോളിഷ് ആയിട്ടുള്ള ഇലയുള്ളതും അല്ലാത്തതും. ഇത് പോളിഷ് ഉള്ളതല്ല, പക്ഷെ അത് നല്ല ഭംഗിയാണ് കാണാൻ. റെഡും ഇതും കൂടി, വൈറ്റും ഗ്രീനും കൂടി. ഇനി ഇതുണ്ടോ, ഇതിൻ്റെ പേര് മോസസിൻ ഗാർഡിൽ നിന്നാണ്. ഓയിസ്റ്റർ പ്ലാന്റ് എന്ന് പറയാറുണ്ട്. ഇത് ഒരെണ്ണം ഒരു ചെറിയൊരു തൈ വെച്ച് കഴിഞ്ഞാൽ പോലും ഇത് ഫുള്ള് ചട്ടി ഫുള്ളായി നിറയും. ലൈറ്റ് വയലറ്റും ഗ്രീനിൻ്റെ ഷെയ്ഡും കൂടി വരുമ്പോൾ അത് ചട്ടി നിറഞ്ഞിരിക്കണതാണ് നല്ല ഭംഗിയാണ്. ഇനിയുള്ളത് നമ്മുടെ ലക്കി പ്ലാന്റ്, ലക്കി ബാമ്പു. അറിയാലോ എല്ലാവർക്കും, നമ്മുടെ ലക്ക് കൊണ്ടുവരുന്ന പറയും. ലക്ക് കൊണ്ടുവരുമോ എന്തോ അതൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ഈ പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് കട്ട് ചെയ്ത് നമുക്ക് കണ്ട ഇവിടുന്ന് പുതിയ മുകുളം വരുന്ന കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് പുതിയതായിട്ട് ബ്രാഞ്ചായിട്ട് പ്ലാന്റ് ചെയ്താൽ കട്ട് ചെയ്തിട്ട്. ഇതറിയാലോ മണി പ്ലാന്റ്. മണി പ്ലാന്റിന് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് വെച്ചാൽ ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് ചെയ്തു. ഗ്രീൻ വേഫിൾ എന്ന് പറയുന്നതാണ്. ഗ്രീൻ വേഫിൾ ഞാനിങ്ങനെ ബുഷിയായിട്ട് കണ്ടു ഇങ്ങനെ ചട്ടിയിൽ വെച്ചിരിക്കുന്നത്. അവിടെ നോക്കിയറിയാം. ഇവിടുന്ന് നല്ല കട്ടിയിൽ ഞാൻ ഏറ്റവും ആദ്യം പിടിപ്പിച്ചതായിരുന്നു. ഇതെല്ലാം നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വരുമ്പോൾ അധികം നാളായിട്ടില്ല, കണ്ടോ വലിപ്പം കണ്ടറിയാതെ ഇങ്ങനെ പിടിപ്പിച്ചു. സാധാരണ ഇവിടെ അല്ല വെക്കാറുള്ളത്. ഞാൻ ബോഗൺവില്ലയുടെ മിഡിലായിട്ട് വയ്ക്കും. എനിക്ക് ബോഗൺവില്ല കളക്ഷൻ എടുത്ത് ഞാൻ അടുത്ത പ്രാവശ്യം കാണിക്കാം. അപ്പോൾ അതിൻ്റെ മിഡിലിൽ ഓരോ ഗ്രീൻ വെച്ചത് നല്ല രസമാണ്. പക്ഷേ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നാശമാവുന്നുണ്ട്. കുറച്ചുകൂടി ഈ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്തിടത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതൊരു ചെടി കണ്ടോ, ഇത് പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. സ്പൈഡർ വിങ് ആണ്. ബട്ടർഫ്ലൈ വിങ്. നല്ല രസമാണ് ചെടി. ശരിക്കും പൂക്കൾ നിറയെ ബ്രൗൺ കളറ്, റെഡിഷ് ആയിട്ടുള്ള ബ്രൗൺ കളറ് ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്ന പോലെ ഇരിക്കും. അത് ഞാൻ പിടിപ്പിക്കുന്നേ ഉള്ളൂ, 2 ചട്ടിയിൽ അത് വരുന്നതേ ഉള്ളൂ. പിന്നുള്ളത് നല്ല അൽഗോമയുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. കണ്ടോ, ഇത് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ പേര് മാത്രമേ എനിക്കറിയാം. ഇതിൻ്റെ ലീഫ്, ഇത് ലിപ്സ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇത് റെഡ്, വൈറ്റ്, ഇത് മറ്റേ ഗ്രീനും റെഡും കൂടി മിക്സായത്. കുറച്ച് വെറൈറ്റി വ്യത്യാസമുണ്ട്. നല്ല അധികം പരിചരണമൊന്നും വേണ്ട, പക്ഷെ ഇത് നല്ല രസമായിട്ട് നിൽക്കും, നല്ല ഭംഗിയിൽ നിൽക്കും. നല്ല കളറാണ് ഇതിൻ്റെ കളറുണ്ടല്ലേ.
ഇതറിയാലോ, ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത പറയട്ടെ, ഇത് തന്നെ കണ്ട ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഏറ്റവും നല്ല എയർ പ്യൂരിഫയർ ആണ്, രാത്രി ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തു വിടുന്നതാണ്. അപ്പോൾ ഇത് തന്നെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിൽ ഈ യെല്ലോയിഷ് ആയിട്ട് വരും. കണ്ടോ യെല്ലോയിഷ്. ഇത് ഇവിടെ ഒരു കുഞ്ഞു വാവ 2 പേര് വരുന്ന കണ്ടോ, അതിനും യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ നമുക്കിതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. ഈ ലീഫ് കട്ട് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ കണ്ടോളൂ എങ്ങനെയാണ് വരണമെന്ന്. കണ്ടോ, ഇതും സ്നേക്ക് പ്ലാന്റ് തന്നെയാണ്, പക്ഷേ ഡിസൈൻ ചേഞ്ച് ആയത് കണ്ടോ. അതിൻ്റെ ഡിസൈൻ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാ ഇഷ്ടംപോലെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റും, റൂമിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും, പിന്നെ ബെഡ്റൂമിലും ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്നത്. കാരണം ഏറ്റവും നല്ല എയർ പ്യൂരിഫയറാണ്, രാത്രി ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തു വിടുന്നൊരു ചെടിയാണ്. പക്ഷേ ഈ ചെടി തന്നെയാണിത്. ഈ കണ്ടോ, ഈ ബേബീസ് വരുമ്പോൾ അതേ കളർ വരും, പക്ഷേ ഈ ചട്ടിയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഫുൾ ഷെയ്ഡ് മാറുവാണ്. കണ്ടോ, അതിൻ്റെ ഡിസൈൻ മാറുന്നു. ശരിക്കും സ്നേക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഇതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, പാമ്പിൻ്റെ പുറം പോളിയുടെ പോലെയൊക്കെ തോന്നുന്നില്ലേ. അപ്പോൾ അതാണ് സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഇത് കണ്ടോ, സ്വിസ് ചീസാണിത്, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇത് വീട്ടിൽ വളർത്തിയാൽ വീട്ടിൽ സൗഹൃദം ഉണ്ടാവും, പരസ്പര സ്നേഹം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പല ഓരോ ചെടിക്ക് ഓരോ വിശ്വാസം കണക്ട് ചെയ്താൽ നല്ലതല്ലേ. ലക്ക് കൊണ്ടുവരും, സ്നേഹം കൊണ്ടുവരും, എന്നാലും ഒരു ചെടി വളർത്തുമല്ലോ. കൊള്ളാല്ലേ അതിൻ്റെ ഡിസൈൻ, ആ ഇലയുടെ ഡിസൈൻ ഭയങ്കര രസമാണ്. അതാണ് എനിക്കിഷ്ടമായത്. നല്ല ഗ്രീനായിട്ട് ഡിസൈൻഡ് ആയിട്ടുള്ളൊരു ഇലകളാണ് ഇതിന് വരുന്നത്. പിന്നെ സ്പൈഡർ പ്ലാന്റ്. ഈ സ്പൈഡർ പ്ലാന്റില്ലേ, ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ മോളിലും, അങ്ങനെ കൊമേഴ്ഷ്യലായിട്ടുള്ള ബിൽഡിങ്സിലൊക്കെ ഇതിൻ്റെ പല വെറൈറ്റി. ഇത് കുഞ്ഞാണ്, മിനിയേച്ചറാണ് സ്പൈഡർ. ഇതിൻ്റെ ഭയങ്കര വലിയ പ്ലാന്റ്സ് കാണാറില്ലേ, ലുലുലും അതുപോലത്തെ എല്ലായിടത്തും ധാരാളം ഔട്ട് സൈഡ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടാവും. സ്പൈഡറിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ഇലകൾ, അതിൻ്റെ പേര് അങ്ങനെ വന്നിരിക്കുന്നത് സ്പൈഡർ പ്ലാന്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ചെടികൾ, പൂക്കളില്ലാത്ത ഇലച്ചെടികളെക്കുറിച്ച് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ബോഗൺവില്ലയുടെ സെക്ഷൻസ് കാണിക്കാം. ഓക്കെ, ബൈ.